അപ്പൊ അളിയൻ കാര്യമൊന്നും അറിഞ്ഞില്ലേ? ഇല്ല. എന്നാൽ ഇനി ഞാനത് പറയാം. ചാനൽ ചർച്ചയിലെ വിദ്വേഷ പരാമർശം നടത്തിയതിന് PC ജോർജിനെതിരെ കേസ്. അരുൺകുമാർ, ജനുവരി 6-ന് ഒരു സ്വകാര്യ ചാനലിൽ നടന്ന ചർച്ചയ്ക്കിടെയാണ് PC ജോർജ് ഇത്തരത്തിലൊരു വർഗീയ പരാമർശം നടത്തിയത്. മുസ്ലിങ്ങൾ ആയിരക്കണക്കിന് ക്രിസ്ത്യാനികളെയും ഹിന്ദുക്കളെയും എല്ലാം തന്നെ കൊന്നിട്ടുണ്ട്, ഇവരെല്ലാം തന്നെ പാകിസ്ഥാനിലേക്ക് പോകേണ്ടതാണ് എന്നതുൾപ്പെടെയുള്ള തീർത്തും വർഗീയമായ പരാമർശങ്ങളാണ് അദ്ദേഹം നടത്തിയിട്ടുള്ളത്. കുഴപ്പമായി തോന്നുന്നത്. ഈ പരാമർശങ്ങൾ പിന്നീട് മാപ്പ് പറഞ്ഞുകൊണ്ട് ഖേദം പ്രകടിപ്പിച്ചുകൊണ്ട് അദ്ദേഹം ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടുകയും ചെയ്തിരുന്നു. എന്നാൽ സംസ്ഥാനത്ത് 7ഓളം കേസുകളാണ് ഇതുമായി ബന്ധപ്പെട്ട് PC ജോർജിനെതിരെ എടുത്തിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് ഈരാറ്റുപേട്ട യൂത്ത് ലീഗ് മുനിസിപ്പൽ പ്രസിഡന്റ് യഹിയ സലീമിന്റെ പരാതിയിലാണ് ഇപ്പോൾ കേസെടുത്തിട്ടുള്ളത്. മതസ്പർദ്ധ വളർത്തൽ, ഒപ്പം തന്നെ കലാപാഹനം തുടങ്ങിയ വകുപ്പുകൾ ഉൾപ്പെടെ ചേർത്തിക്കൊണ്ടാണ് കേസെടുത്തിട്ടുള്ളത്. ജാമ്യമില്ലാ വകുപ്പുകളാണ് ചുമത്തിയിട്ടുള്ളത്. ഏതായാലും PC ജോർജിനെ അറസ്റ്റ് ചെയ്യാനുള്ള ബാക്കിയുള്ള നിയമ നടപടിക്രമങ്ങളുമായി ഈരാറ്റുപേട്ട പോലീസ് മുന്നോട്ട് പോകുമെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്ത് പറ്റിയടാ? ചായ നെറുകന്തലേ കയറി ബ്ലോക്ക് ആയതാ. പാലക്കാട്ടെ BJPയുടെ തോൽവിയുമായി ബന്ധപ്പെട്ടും KT ജലീലും PK കുഞ്ഞാലിക്കുട്ടിയും SDPയും ജമാഅത്തെ ഇസ്ലാമിയും എല്ലാം ചേർന്ന് BJPയെ തോൽപ്പിക്കുകയാണ് എന്നതുൾപ്പെടെയുള്ള വർഗീയ പരാമർശങ്ങളാണ് PC ജോർജ് ചാനൽ ചർച്ചയ്ക്കിടെ നടത്തിയിരുന്നത്. അരുൺകുമാർ, എന്തിനാടോ നായരെ വെറുതെ എന്റെ ബ്ലഡ് പ്രഷർ ഇങ്ങനെ കൂട്ടണേ?